സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ അവരുടെ അച്ഛമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയോട് പറയുന്നു, ഇനി ഒരു പെൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് വേണ്ട, രേവതി മോളെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി അത് കേട്ടിട്ട് പറയും, ഓക്കെ ഐശ്വര്യമൊക്കെ ഉള്ള നല്ലൊരു പെൺകുഞ്ഞിനെ തന്നെ തട്ടെ, പക്ഷേ ഇപ്പം വേണ്ടായിരുന്നു, കാരണം ഇപ്പം വേണ്ടായിരുന്നു, എനിക്ക് നിറച്ച് കടമൊക്കെയാണ്, എനിക്ക് എൻ്റെ വണ്ടി ഇറക്കണം, അതിൻ്റെ പലിശ പൈസ കൊടുക്കണം ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ ഫോൺ മേടിച്ചിട്ട് പറയും, നീ പറഞ്ഞാൽ മതിയെങ്കിൽ തന്നെ ഞാൻ അമ്മയോട് സംസാരിക്കട്ടെ, അമ്മേ ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ ഫോണൊക്കെ വെക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കേണ്ട കാര്യമല്ലേ, നീ പോയേ ഇങ്ങനെ കടത്തിൻ്റെ കാര്യവും അങ്ങനത്തെ നിൻ്റെ പലിശക്കാരും ഒന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവൻ സച്ചിയുടെ അടുത്ത്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇതൊക്കെ പറഞ്ഞ് വെറുതെ രേവതി മോളെ വിഷമിപ്പിക്കരുത്, ഇപ്പം ആ മോളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് മനസ്സിലായി, ഇപ്പം ഉടനെ ഒരു കുഞ്ഞ് വരാൻ വഴിയുണ്ട്, അപ്പം അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം. അതെങ്കിൽ ചന്ദ്രമതിക്ക് ആകെ ടെൻഷനായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി രേവതി റൂമിലേക്ക് പോയി. രാത്രി ആയപ്പോഴത്തേക്ക് രേവതിയല്ല ചന്ദ്രമതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായിട്ട് നടക്കുക കേട്ടോ. ഇനി എന്താ ഒരു വഴിയുള്ളത്, ഇനി എത്രയും വേഗം ഇനി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷനായിട്ട് നടക്കുകയാണ്. അപ്പോൾ 12 മണിയായി, ബാക്കി എല്ലാവരും ഉറക്കമാണ്. അതേസമയം ശ്രുതി വേഗം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും ചോദിക്കും, നീ എന്താ ഇവിടെ പോകാമെന്ന് പറയും. ഇപ്പം വെള്ളം എടുക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ റൂമിൻ്റെ വെളിയിലൊന്നും ഇറങ്ങരുത്. അപ്പോൾ ശ്രുതി എന്തെന്ന് ചോദിക്കുമ്പോൾ പറയും, അവനോ ശ്രുതി നല്ല ഉറക്കമാന്ന് പറയും. ശ്രുതി ഇത്ര വേഗം ഉറങ്ങി, അവനെ വിളിച്ചേൽപ്പിക്കും, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ ഒരു കുഞ്ഞിന് വേണം, അവരുടെയൊക്കെ മുന്നേ നിങ്ങളുടെ കുഞ്ഞാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ വേഗം റൂമിലേക്ക് പോയി ശ്രുതിനെ വിളിച്ചേൽപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുകയാണ്. വേഗം ചെല്ലാൻ പറയുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി വിചാരിക്കും, അവനെപ്പോലെ തന്നെയാണല്ലോ ഇവളും കണക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ടെൻഷനായിട്ട് നടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ നല്ല ഇയാൾക്കൊരു ടെൻഷനും ഇല്ല, കിടന്നുറങ്ങുന്ന കണ്ടോ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി എന്നിട്ട് വേഗം 12 മണിയായിട്ട് സമയമായി. അപ്പോഴത്തേക്കും വേഗം ഫോൺ എടുത്തിട്ട് ബാമ്മേനെ വിളിക്കും. ബാമ്മ എനിക്കൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ അവരെ ഇനി എങ്ങനെയൊന്ന് അകറ്റുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ബാബ മനസ്സിൽ വിചാരിക്കും, മോനും മരുമോളും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്, ഇതെന്തുവാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ എന്തേലും എനിക്കൊരു വഴി പറഞ്ഞ് താ. അതിന് ചോദിക്കുന്നുണ്ട്, നീ നീ ഇപ്പം എന്നാടുക്കുവാന്ന് ബാമേനെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ബാമ പറയും, അതെ ഞാൻ കുറച്ച് സാരിയൊക്കെ സെലക്ട് ചെയ്യുക, നീ ഒന്ന് പോയി നട്ടപ്പാതിരിക്ക് കുറങ്ങുന്ന സമയമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും നീ എനിക്കൊരു വഴി പറഞ്ഞു തരാൻ പറയുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ രണ്ടുപേരും ഇരുന്ന് ആലോചിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ പറയാം, ആദ്യമാസം തുടങ്ങുമല്ലേ, അപ്പോൾ അവളെ വീട്ടിലേക്ക് വിട്, രേവതിനെ അവളുടെ വീട്ടിലേക്ക് വിട്, അമ്മയുടെ അടുത്ത് അമ്മ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും, ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്ന ആരാ, പിന്നെ അന്ന് അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വന്നപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇനി ഞാൻ എങ്ങനെ പറയൂന്ന് പറയും. അപ്പം ബാമ പറയും, ഇനി നീ ഇത് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചങ്ങ് ചെയ്താൽ മതി, സമയം എന്നാന്ന് പറയും, ഞാൻ ഉറങ്ങാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാമ ഉറങ്ങുവാണ്. പിന്നെ ചന്ദ്രമതി വിചാരിക്കും, ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൂ വഴി, അപ്പോൾ എങ്ങനെയായാലും എന്നാൽ പിന്നെ അത് തന്നെ ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. എന്നിട്ട് വേഗം ഫോൺ എടുത്തിട്ട് അതായത് രേവതിയുടെ അമ്മേനെ വിളിക്കുക, ചേച്ചി എന്നും പറഞ്ഞു അല്ലേ. അപ്പം ചോദിക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ എന്താ ചന്ദ്രമതി ചേച്ചി എന്ന് ചോദിക്കും. നീ എന്നെ വലിയ ചന്ദ്രമതി ചേച്ചി എന്നൊന്നും വിളിക്കണ്ട, അപ്പോൾ ചേച്ചി എന്താ രാത്രിയിൽ വിളിച്ചതെന്ന് ചോദിക്കും. അതിനാ എന്തെങ്കിലും അത്യാവശ്യമാണോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടല്ലോ എനിക്ക് വിളിക്കത്തുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല എന്താ ചേച്ചി വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫോൺ ബെല്ലടിക്കുന്ന കാണുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മയ്ക്ക് ടെൻഷനാവുക. ദേവുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തോ അത്യാവശ്യമാണെന്ന് തോന്നണു, എന്താണെന്ന് അറിയില്ലല്ലോ ദേവു ഈ രാത്രിയിൽ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ദേവു പറയുന്നുണ്ട്, സ്പീക്കറിലിട്ട് സംസാരിക്കാൻ. അപ്പോൾ പറയുന്നുണ്ട്, അതെ യുക്രൈൻ തമ്മിലൊരു യുദ്ധം, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും, നിങ്ങൾ നട്ടപ്പാരിക്ക് വിളിച്ച് എന്ത് കാര്യമാണെന്ന് പറയാൻ പറഞ്ഞിട്ട് ദേവ് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പറയും, നിങ്ങളെ മോളെ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എന്ന് ചോദിക്കും. എന്താണെന്ന് ചോദിക്കും. പറയും, ആടിമാസം അല്ലേ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടാണോ നിങ്ങൾക്കൊരു മോളുണ്ടെന്നുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കും. ചേച്ചി അതിന് ഞാൻ വന്നതായിരുന്നല്ലോ വിളിക്കാൻ, അത് ചേച്ചി വിടില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നീ ചുമ്മാ നോണയൊന്നും പറയരുത്, ഇങ്ങനത്തെ നോണിയൊന്നും പറയരുത്, ഞാൻ വിടില്ല എന്നൊന്നും പറഞ്ഞില്ല, നാളെ തന്നെ അല്ല മോളെ വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ എപ്പോഴാണ് ചേച്ചിന്ന് ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകും, ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു ഇപ്പോഴോ, അല്ല പിന്നെ ഞാൻ പിന്നെ സമയം പറഞ്ഞ നാളെ രാവിലെ അങ്ങ് വരാൻ പറയും. അപ്പം നാളെ നല്ലൊരു ദിവസം അല്ല ചേച്ചി, ഇവിടെ സമയത്തിൻ്റെ ഒന്നും അല്ല കാര്യം, അവളെ വന്ന് വേഗം വിളിച്ചുകൊണ്ട് പോകണം, നാട്ടുകാരെക്കുറിച്ച് അതും പറയിപ്പിക്കാനായിട്ട് ആടിമാസം തുടങ്ങുവാണ്, അമ്മ വീട്ടിലാണ് നിൽക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്.
ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് രേവതിയോട് രാവിലത്തേക്കുള്ള ഫുഡ് ആക്കിയോ എന്ന് ചോദിക്കുന്നു. ഫുഡ് ഉണ്ടാക്കി വെച്ചു, പാത്രം എല്ലാം കഴുകി വെച്ചോ എന്ന് ചോദിച്ചു. കഴുകി വെച്ചു എന്ന് പറഞ്ഞു. നാളത്തേക്കുള്ള അരിയും ഉഴുന്നൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട്, ഇഡ്ഡലിക്ക് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതും അരച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാളത്തെ കഴിഞ്ഞത്തേക്കോ ഞങ്ങൾ തന്നെ വേറെ വല്ലതും ഉണ്ടാക്കി കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താ അമ്മ അതിന്, അപ്പോൾ ഈ ഒരാഴ്ചത്തേക്കുള്ള നീ ഇവിടുന്ന് അരച്ചു വയ്ക്കണമെന്ന് ചോദിച്ചു. അതെന്തിനാ അമ്മ അങ്ങനെ അരച്ചു വയ്ക്കുന്നത്, അമ്മ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ സാധാരണ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴല്ലേ അരച്ചു വയ്ക്കാറ്, അമ്മ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞാനെങ്ങും പോകുന്നില്ല, നിന്നോട് പറഞ്ഞാൽ നീ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്നു ഞാനത് അരി ഒന്നും വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു അത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, നീ അതെല്ലാം വേഗം പോയി അരച്ച് വയ്ക്കാൻ പറ്റും. അപ്പം രേവതി എന്ന് നോക്കുമ്പോൾ ശരിയാണ്, എല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചു. അതേസമയം ഒരു ഓട്ടോ വരുന്ന സൗണ്ട് കേൾക്കുകയാണ്. അത് രേവതിയുടെ അമ്മയൊക്കെ വന്നതാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ നിങ്ങളോ കയറി വാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി അങ്ങ് ചെല്ലും കേട്ടോ. അപ്പോഴത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്താ കയറി വാ അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്രീകാന്ത് വന്നിട്ട് ദേവുവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനാ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് കടയിൽ ഷോപ്പിൽ പോകണ്ടേ എന്ന് ചോദിക്കും. അല്ല അവർ വന്നാലേ ഉള്ളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് പൊക്കോളാം എന്ന് പറയുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പറയും എന്താ ഇങ്ങനെ വന്ന കാര്യം, ഞങ്ങൾ വന്നത് ഒരു പൊതി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം അത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി മേടിക്കും. സാധാരണ ചന്ദ്രമതി അങ്ങനെ മേടിക്കുന്നില്ല, പക്ഷെ ചന്ദ്രമതി ഇത് മേടിക്കുന്നൊക്കെയുണ്ട്. അപ്പോഴത്തേക്കും അവർ വന്ന കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ വന്നത് ആടിമാസം പിറക്കുമല്ലേ, രേവതിനെ വിളിച്ചുകൊണ്ട് പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നിങ്ങൾ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ചന്ദ്രമതി എനിക്ക് വിടണ്ട എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പറയും ചന്ദ്രമതി പറഞ്ഞിട്ട് തന്നെ ഞങ്ങളിപ്പോൾ വരുന്നത്. ചന്ദ്രമതി പറഞ്ഞിട്ട് എപ്പോഴാണ് വിളിച്ചതെന്ന് ചോദിച്ചു. ചന്ദ്രമതി ഇന്നലെ രാത്രി ഒക്കെ ആയപ്പോഴാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രനും മനസ്സിലായി. അപ്പോൾ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ വിളിച്ച് രാത്രി പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ചന്ദ്രമതിയുടെ മുഖത്തപ്പോഴത്തേക്കും വിളിച്ചു പറയും. അപ്പോൾ രവീന്ദ്രൻ മനസ്സിലായി ചന്ദ്രമതി എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതെന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്താണ് ശ്രുതി ഇറങ്ങി വരുന്നത്. അപ്പോൾ ശ്രുതി ഇറങ്ങി വരുമ്പോഴത്തേക്കും ചന്ദ്രമതി കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് റൂമിലേക്ക് കയറിപ്പോയെന്ന്. പക്ഷേ അങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല ശ്രുതിക്ക്. അപ്പോൾ ശ്രുതി ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മയ്ക്ക് മോളെന്താ മോളുടെ വീട്ടിൽ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ശ്രുതി ഒന്നും ഇങ്ങനെ മിണ്ടായിരിക്കും. മോളെ ഇങ്ങനെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് ആദ്യ മാസം വീട്ടിൽ പോയി നിൽക്കും, മോളപ്പോൾ എന്നാ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.